കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ചില ഇമെയിലുകളാണ് ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ചൂടുള്ള ചർച്ചാ വിഷയം. താൻ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പങ്കാളിയായിട്ടുണ്ടെന്നുള്ള സൂചനകളാണ് ആ മെയിലിലുള്ളത്. ട്രംപ് ഭരണകൂടത്തെ പിടിച്ചുകുലുക്കുന്ന എന്തൊക്കെ വിവരങ്ങളാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ഇമെയിലുകളിലുള്ളത്? ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എപ്സ്റ്റീനും ട്രംപും തമ്മിലുള്ള ബന്ധം എന്താണ്? എപ്സ്റ്റീന്റെ മരണത്തിന് പിന്നിൽ എന്താണ്? പരിശോധിക്കാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. നവംബർ 12 വൈകിട്ടാണ് അമേരിക്കയിലെ ഹൗസ് ഓവർസൈറ്റ് കമ്മിറ്റിയിലെ ഡെമോക്രാറ്റുകൾ 3 ഇമെയിൽ സന്ദേശങ്ങളുടെ കോപ്പികൾ പുറത്തുവിട്ടത്. ജെഫ്രി എപ്സ്റ്റീൻ അദ്ദേഹത്തിന്റെ സന്തത സഹചാരി ഗിലെയ്ൻ മാക്സ്വെല്ലിനും ട്രംപിനെ കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള മൈക്കിൾ വുൾഫിനും അയച്ചിട്ടുള്ള മെയിലുകളായിരുന്നു അവ. എപ്സ്റ്റീൻ പ്രതിയായ ലൈംഗിക പീഡന കേസുകളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും പങ്കുണ്ടെന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ ഇമെയിലുകളിലുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ വസതിയിൽ വെച്ച് പീഡനത്തിനിരയായ വനിതയോടൊപ്പം ട്രംപും ഉണ്ടായിരുന്നു എന്നാണ് ഗിലെയ്ൻ അയച്ച മെയിലിൽ എപ്സ്റ്റീൻ കുറിച്ചത്. കുരയ്ക്കാത്ത ആ പട്ടി ട്രംപാണെന്ന് താങ്കൾ തിരിച്ചറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഒരു പോലീസ് കേസുകളിലും അദ്ദേഹത്തിന്റെ പേരുണ്ടായിരുന്നില്ല എന്നും എപ്സ്റ്റീൻ പറയുന്നു. ഡെമോക്രാറ്റുകൾ പുറത്തുവിട്ട ഇമെയിലുകളിൽ പരാമർശിക്കപ്പെട്ട വനിതയുടെ പേര് മറച്ച നിലയിലാണുള്ളത്. അതേസമയം എപ്സ്റ്റീനെതിരെ നേരത്തെ ആരോപണങ്ങൾ ഉന്നയിച്ച വിർജീനിയ ഗിയൂഫ്രയുടേതാണ് ആ മറയ്ക്കപ്പെട്ട പേരെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. വിർജീനിയയ്ക്ക് ട്രംപുമായി യാതൊരു പ്രശ്നങ്ങളുമില്ലെന്നും ഇക്കാര്യം വിർജീനിയ തന്നെ മുൻപ് വ്യക്തമാക്കിയതാണെന്നും വൈറ്റ് ഹൗസിന്റെ വാദം. ട്രംപ് ഏതെങ്കിലും തരത്തിൽ ആരെയെങ്കിലും ദുരുപയോഗം ചെയ്തതായി തനിക്കറിയില്ലെന്ന് 2016 തന്നെ വിർജീനിയ പറഞ്ഞിരുന്നതായും വൈറ്റ് ഹൗസ് ചൂണ്ടിക്കാട്ടുന്നു. ഗിലെയ്നിന് അയച്ച മെയിലിന് പുറമെ മൈക്കിൾ വുൾഫുമായി നടത്തിയ ചില മെയിൽ സംഭാഷണങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ട്രംപും എപ്സ്റ്റീനും തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങളെക്കുറിച്ചും ട്രംപിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും തന്നെയാണ് ഈ ഇമെയിലിലുമുള്ളത്. ട്രംപിനെ അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നാണ് എപ്സ്റ്റീൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അഭിമുഖത്തിന് താങ്കൾ തയ്യാറുണ്ടോ എന്ന് വുൾഫ് തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് തൊട്ടു മുൻപായിരുന്നു എപ്സ്റ്റീനും വുൾഫും തമ്മിലുള്ള ഈ സംഭാഷണങ്ങൾ. പിന്നീട് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം എപ്സ്റ്റീൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപും വുൾഫുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നു. ട്രംപ് തന്നോട് അദ്ദേഹത്തിന്റെ ക്ലബിൽ നിന്ന് രാജിവെക്കണമെന്നും ഗിലെയ്ൻ മാക്സ്വെല്ലിനോട് താനുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നതായും എപ്സ്റ്റീൻ പറയുന്നുണ്ട്. ഗിലെയ്നും എപ്സ്റ്റീനും ലൈംഗിക പീഡനത്തിനിരയാക്കിയ പെൺകുട്ടികളെക്കുറിച്ച് ട്രംപിന് അറിയാമായിരുന്നു എന്നും ഈ ഇമെയിലിൽ പറയുന്നു. അതേസമയം മെയിലുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്ന കാര്യം തന്റെ ആലോചനയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വുൾഫ് പ്രതികരിച്ചത്. ട്രംപും എപ്സ്റ്റീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താനുമായി എപ്സ്റ്റീൻ സംസാരിച്ചിരുന്നതായും വുൾഫ് സമ്മതിക്കുന്നു. ഈ വിവരങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഡെമോക്രാറ്റുകളുടെ ഗൂഢാലോചനയാണ് ഈ മെയിലുകൾക്ക് പിന്നിലെന്നാണ് വൈറ്റ് ഹൗസിന്റെ വിശദീകരണം. മാത്രമല്ല, ട്രംപും എപ്സ്റ്റീനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നുവെങ്കിലും 2000 തന്നെ ആ ബന്ധം പിരിഞ്ഞിരുന്നതായും അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതെന്നും വൈറ്റ് ഹൗസ് വിശദീകരിക്കുന്നു. 1990 മുതൽ 2000 തുടക്കം വരെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവരാണ് ട്രംപും എപ്സ്റ്റീനും. ഇരുവരും തമ്മിൽ ബിസിനസ് പരവും അല്ലാത്തതുമായ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റിലെ സ്ഥിരം യാത്രക്കാരനുമായിരുന്നു ട്രംപ്. എന്നാൽ 2004 ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായി. തന്റെ ക്ലബിലെ ഒരു പെൺകുട്ടിയെ എപ്സ്റ്റീൻ തട്ടിയെടുത്തു എന്ന കാരണം പറഞ്ഞായിരുന്നു ട്രംപ് അദ്ദേഹവുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. ഇക്കാലത്ത് തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം 1000-ലധികം പേരെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന പേരിൽ എപ്സ്റ്റീനെ 20 വർഷത്തേക്ക് ജയിലിൽ അടച്ചത്. ട്രംപ് 1ാം തവണ അധികാരത്തിലെത്തിയതിനു ശേഷം 2019 ഓഗസ്റ്റ് 10 ജയിലിൽ വെച്ച് എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇത് കൊലപാതകമാണെന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഡെമോക്രാറ്റുകൾ പുറത്തുവിട്ട മെയിലുകൾ പ്രസക്തമാകുന്നത്.